everyone. അപ്പോൾ ഈ ഒരാഴ്ചത്തേക്കുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓരോരോ മൺഡേസിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഒക്കെ കറക്റ്റായിട്ട് തരുന്നുണ്ട്. മക്കളെല്ലാവരും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ പ്ലാനാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച എങ്ങനെ പഠിക്കാം, അപ്പോൾ മെത്തേഡ് ഒന്ന് മാറ്റി അപ്പോൾ പുതിയ രീതിയാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മക്കൾ ഈ ഒരാഴ്ച പഠിച്ച് നോക്ക്, നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച നിങ്ങൾ പഠിക്കേണ്ടത് ഇതാ, നിങ്ങളുടെ ടൈം ടേബിൾ തരികയാണ്. മൺഡേ നിങ്ങൾ ബേസിക് സയൻസും അതിൻ്റെ കൂടെ +2 മാത്ത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക് സയൻസിൻ്റെ ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഫുഡ് ഫോർ ഹെൽത്ത് കംപ്ലീറ്റ് പഠിക്കാനല്ല പറയുന്നത്. നിങ്ങളിതാ നമ്മൾ മെത്തേഡ് ഒന്ന് മാറ്റി ആ ഒരു ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കുഞ്ഞു ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ. അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കൂടെ ആ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടി പഠിക്കണം. അപ്പോൾ 2 ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കിൻ്റെ കൂടെ ഒരു സിമ്പിൾ ടോപ്പിക്, അങ്ങനെ 3 ടോപ്പിക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, തിങ്കളാഴ്ച പഠിക്കേണ്ടത്. അതിൻ്റെ കൂടെ മാത്സ് എല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ബേസിക് സയൻസിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, 2 മാത്സ് ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും 2 ചോദ്യങ്ങൾ മക്കൾ എന്ത് ചെയ്യാം, അന്ന് സോൾവ് ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത ദിവസം ചൊവ്വാഴ്ച നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ഗ്രാമർ. കുറേ പേര് തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പാർട്ട് നിങ്ങളൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് അന്ന് സമയം ചെലവഴിക്കുക, പ്രത്യേകിച്ചും ഗ്രാമർ പാർട്ട്. അതിൻ്റെ കൂടെ മക്കൾ എന്ത് ചെയ്യുക, നമ്മൾ തിങ്കളാഴ്ച ചെയ്ത പോലെ തന്നെ 2 മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അന്ന് സോൾവ് ചെയ്യണം. അടുത്ത ദിവസം ബുധനാഴ്ച സോഷ്യൽ സയൻസിൻ്റെ ഇതേപോലെ എന്ത് ചെയ്യുക, ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 ടോപ്പിക്കുകൾ പഠിക്കണം. അതിൻ്റെ കൂടെ ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക്കും. അങ്ങനെ 3 ടോപ്പിക്കുകൾ നിങ്ങൾ അന്ന് പഠിച്ചു തീർക്കണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക മക്കളെ, മാത്സിലെ 2 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി അടുത്ത ദിവസം തേഴ്സ്ഡേ ഹിന്ദി പഠിക്കുക. ഹിന്ദി അക്ഷരങ്ങൾ എഴുതാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കുറേ പേരുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, അക്ഷരങ്ങൾ എഴുതി പഠിക്കുക. ഒരു പാഠം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ എഴുതിയിട്ട് അത് പഠിക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ദിവസം നിങ്ങൾ ഒരു 10 പുതിയ വാക്ക് ഹിന്ദി മലയാളം അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒരു 10 പുതിയ വാക്ക് ഹിന്ദിയിൽ പഠിക്കുക. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസമൊക്കെ ഹിന്ദിക്ക് വേണ്ടിയിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ പുതിയ വാക്കുകൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി എക്സാം അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വളരെ എളുപ്പമായിട്ട് മാറും. അപ്പോൾ ഹിന്ദി നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, 2 മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തത് ഏതാ, വെള്ളിയാഴ്ച നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുള്ള ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 2 ക്വസ്റ്റ്യൻസ് പിന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ മാത്സ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് പഠിക്കുക. അതിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 ടോപ്പിക്കുകൾ, അതിൻ്റെ കൂടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ അറിയോ, ആ ബുദ്ധിമുട്ടുള്ള 2 ടോപ്പിക്കുകൾ പഠിച്ചു കഴിയുമ്പോൾ ആകെ ഇതായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കാൻ പറയുന്നത്. ഇനി അടുത്ത ദിവസം സാറ്റർഡേ നിങ്ങൾക്ക് മലയാളം ഫസ്റ്റും സെക്കൻഡും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിക്കാം. അപ്പം നല്ല രീതിയിൽ എന്ത് ചെയ്യാം മക്കളെ, വായിച്ച് പഠിക്കാം. അപ്പോൾ വായനയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശനിയാഴ്ച ഉപയോഗിക്കാം. അപ്പോൾ ശനിയാഴ്ച ഒരുപാട് സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ് മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും ഓരോ പാഠങ്ങൾ വായിക്കുക, അതിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കുക. അതേപോലെ ആ കൂട്ടത്തിൽ 2 മാത്സ് ക്വസ്റ്റ്യൻസ് മറക്കണ്ട. അപ്പോൾ 2 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ശനിയാഴ്ചയല്ലേ, ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 2 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് 5 ആക്കാം. അന്നത്തെ ദിവസം 5 മാത്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അടുത്തത് സൺഡേ നിങ്ങൾക്ക് മക്കളെ റീഡിങ് ഓർ ഡയറി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, നിങ്ങൾക്കൊരു പുസ്തകം വായിച്ചു തുടങ്ങാം. ഒരു പുതിയതായിട്ടൊരു ബുക്ക്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് ഭാഷയിലായിക്കോട്ടെ മക്കൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക് നിങ്ങൾ വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക, അത് വായിച്ചു തുടങ്ങാം. ഓക്കെ, അതേപോലെ തന്നെ ഡയറി എന്ന് പറയാൻ നിങ്ങളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ. അതായത് ഇന്ന് ഞാൻ ഇത്ര മണിക്ക് എണീറ്റു, ഇത്ര മണിക്ക് പല്ല് തേച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഒരു ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതും ഇംഗ്ലീഷിലൊന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള ആ ഒരു നമ്മുടെ ലാംഗ്വേജ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പുസ്തകം മലയാളത്തിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഡയറി ഇംഗ്ലീഷിലായിക്കോട്ടെ, ഇനി പുസ്തകം ഇംഗ്ലീഷ് ആണെങ്കിൽ ഡയറി മലയാളത്തിലായിക്കോട്ടെ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വായന മെച്ചപ്പെടുത്താനും നിങ്ങളുടെ ഒരു എഴുത്ത് ഭാവനയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ 2 കാര്യങ്ങൾ സഹായിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു വീക്കിലെ പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിന്ദിയിലെ 10 വാക്കുകൾ, പുതിയ 10 വാക്കുകൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ആഴ്ച ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഈ സ്റ്റഡി പ്ലാനൊക്കെ ഫോളോ ചെയ്യുന്നവർ യെസ് എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്ലാൻ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക, ഈ ഒരു മെത്തേഡ് പഠിച്ചു നോക്കുക. അപ്പോൾ ഇതേപോലത്തെ അടുത്ത അടിപൊളി പ്ലാനായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.